കേന്ദ്രം സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ചില സംസ്ഥാനങ്ങളെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്നുണ്ടോ? ഉത്തരവുണ്ട്. അത് അതിന്റെ ഫൈനൽ പോയിന്റ്സിനെ പറ്റി ചർച്ച നടത്തേണ്ട ഫോറം അതുപോലെ വിജയ് ഭരിക്കുന്ന തമിഴ്നാടിന് ഞെരുക്കമുണ്ടാക്കാൻ കഴിയുമോ? കേന്ദ്രത്തിന് കഴിയും. ആ ഞെരുക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്ത്രപരമായിട്ട് ചില ഇടപെടലുകൾ നടത്തേണ്ടിയിരിക്കുന്നു ഒരു വശത്ത്. രണ്ടാമത് അസഹനീയമായ വിധത്തിൽ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കിയാൽ ജനങ്ങളുടെ മുൻപാകെ അത് തുറന്നു കാണിച്ച് പ്രതിഷേധിച്ച് ഞാനിതാ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പുതിയ തെരഞ്ഞെടുപ്പ് ഞാൻ പറയുന്നത് അങ്ങനെ ഭൂരിപക്ഷം നഷ്ടപ്പെടാത്ത ഒരു സർക്കാർ. അല്ല, ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോ ഗവർണർ, തമിഴ്നാട്ടിലെ ഗവർണർ എത്ര ദിവസമാണ് വിജയ് വിഷമിച്ചത്? ഞാൻ പറയട്ടെ, അതായത് അവർ പല തരത്തിലാണ് അധികാരത്തിൽ ഇടപെടുന്നത്. ഗവർണർമാരെ ഉപയോഗിച്ചിട്ട് സംസ്ഥാന ഗവൺമെന്റിനെ വിഷമത്തിലാക്കാം. തുടക്കം തന്നെ അവിടെ ഗവർണർ അത് ഉപയോഗിച്ചുകൊണ്ട് വിജയെ ഒരാഴ്ച വിഷമിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കീഴ്വഴക്കം അനുസരിച്ച് ഭൂരിപക്ഷമുള്ള ഒറ്റക്കക്ഷി ആരോ അവരെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ വിളിച്ചാൽ മതി. അവിടെ തെളിയിക്കണ്ട, അവിടെ അന്നേരം തെളിയിക്കണ്ട. സുപ്രീം കോടതി വെടിക്ക് കിടപ്പുണ്ട്. പിന്നീട് ഫ്ലോറിൽ തെളിയിച്ചാൽ മതി. ഫ്ലോറിൽ തെളിയിച്ചാൽ മതി. ഗവർണർ സുപ്രീം കോടതി വെടിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഉണ്ട്. ഗവർണർ അങ്ങനെ പറഞ്ഞു. തിരിച്ച് അല്ല, അതായത് കണക്കുകൾ വേണമെന്ന് കണക്കിൽ തർക്കമില്ല. അദ്ദേഹത്തിന് വിജയ്ക്ക് ഒറ്റക്കക്ഷി എന്നുള്ള തരത്തിൽ ഭൂരിപക്ഷം ഉണ്ട്. ഫ്ലോറിൽ തെളിയിച്ചാൽ മതി. ഇന്ത്യയിൽ ഏതെങ്കിലും BJP ഗവൺമെന്റ് അതൊരു രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. 1994 തമിഴ്നാട്ടിലെ സുപ്രീം കോടതിയുടെ 9 ജഡ്ജിമാരിരുന്ന് ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട്, ബൊമ്മൈ കേസ് എന്ന് പറഞ്ഞു. ആ കേസ് പറഞ്ഞിരിക്കുന്ന വ്യക്തമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഭൂരിപക്ഷം തെളിയിക്കേണ്ട ഫോറം രാജഭവൻ അല്ല, അസംബ്ലി ഫ്ലോറാണ്. രണ്ടാമത് അസംബ്ലി ഓർ പാർലമെന്റ് ഫ്ലോറാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തമായിട്ടുണ്ടല്ലോ. അല്ല, തിരിച്ചും മറിച്ചും ജഡ്ജ്മെന്റ് ഒക്കെ ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് മുന്നോട്ട് പോയാൽ ബുദ്ധിമുട്ട് വരും. ജഡ്ജ്മെന്റേ ഉള്ളൂ സാർ, വേറെ ഭരണഘടനയ്ക്കകത്തുണ്ട്. ഉണ്ട്, ഭരണഘടനാപരമായ ബാധ്യത. ഉത്തരാഖണ്ഡ് കേസിലൊക്കെ പറഞ്ഞു വരെ നമുക്ക് അതിലേക്ക് പോയിട്ട് ഒരുപാട് നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.